പഴകിയ തമിഴ് മകൻ ഇനി തമിഴ് കാവൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10-ന് ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. മുഖ്യമന്ത്രിക്കൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. CV അനുമോദ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ തമിഴ്നാട്ടിലെ ജനങ്ങളുടെയൊക്കെ സൂപ്പർ ഹീറോ ആയിരുന്ന വിജയ് ഇനി തമിഴ്നാടിന്റെ തന്നെ സൂപ്പർ ഹീറോ ആകാൻ പോവുകയാണ്. 10 മണിയോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? വിജയ് ഇന്ന് 10 മണിയോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇന്നലെ പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലായിരിക്കും ചടങ്ങ് നടക്കുക. മുഖ്യമന്ത്രിക്കൊപ്പം മറ്റ് 9 മന്ത്രിമാരും കൂടി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ത്രില്ലർ സിനിമയെ പോലും ഓർമ്മിപ്പിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ തമിഴ്നാട്ടിൽ നടന്നു വന്നിരുന്നത്. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞയ്ക്കായുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ പൂർണ്ണമാണോ? അനുശ്രീ, വിജയുടെ സത്യപ്രതിജ്ഞ രാജകീയമായിട്ട് തന്നെ നടക്കുമെന്ന് ഉറപ്പായി. അദ്ദേഹത്തിന്റെ ആരാധകരും അണികളും പ്രവർത്തകരും അദ്ദേഹത്തിന്റെ പിന്തുണയ്ക്കുന്നവരും എല്ലാം തന്നെ ഇപ്പോൾ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വഴികളെല്ലാം തന്നെ പോലീസ് അടച്ചിരിക്കുന്നു. കനത്ത സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് ഇവിടേക്ക് കടത്തിവിടുന്നത്. മാധ്യമങ്ങൾക്കും നിയന്ത്രണമുണ്ട്. എന്താണെങ്കിലും ഈ തമിഴ്നാടിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ മുഖ്യമന്ത്രിയായി വിജയ് രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഇനി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. രാഷ്ട്രീയക്കാരനായിട്ടുള്ള വിജയ്, സിനിമാ താരത്തിനപ്പുറം സൂപ്പർ താരത്തിനപ്പുറം രാഷ്ട്രീയക്കാരനായിട്ടുള്ള വിജയ്, മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് തമിഴ്നാട്ടിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ളതാണ് അറിയേണ്ടത്. എല്ലാവരുടെയും വലിയ ഒരുപാട് പ്രതീക്ഷകളാണ് വിജയെ കുറിച്ച് തമിഴ്നാടിനുള്ളത്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾക്കെതിരെ അദ്ദേഹത്തിന്റെ പ്രചരണങ്ങളെല്ലാം തന്നെ ജനം സ്വീകരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറാൻ സാധിച്ചത്. അതിനൊപ്പം തന്നെ അദ്ദേഹം അധികാരത്തിലേറിയില്ലെങ്കിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകും, അരക്ഷിതാവസ്ഥ ഉണ്ടാകും. അതൊരു പക്ഷേ കേന്ദ്രം മുതലെടുക്കുമെന്ന ആശങ്ക ഉള്ളതുകൊണ്ടാണ് DMK പ്രതിനിധികളായ CPM, CPI-യും VCK-യും IUML എല്ലാം വിജയ്ക്ക് പിന്തുണയും പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ വിജയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആദ്യ കാലയളവ്, ആദ്യ 6 മാസം അതേറെ പരീക്ഷണങ്ങൾ നിറഞ്ഞതാക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്താണ് 6 മാസം ശല്യം ചെയ്യില്ല എന്നാണ് സ്റ്റാലിൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത് സ്റ്റേഡിയത്തിന് മുൻപിൽ ജനക്കൂട്ടം ഇവിടേക്ക് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. കൃത്യമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് ഓരോരുത്തരെയും ഇതിലേക്ക് കടത്തിവിടുന്നത് തന്നെ. അതുപോലെ ആരെല്ലാം ഈ ഒരു സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. രാഹുൽ ഗാന്ധി എത്തും എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം MK സ്റ്റാലിൻ മുതലായ മുതിർന്ന നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ ഒക്കെ തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അതൊക്കെ എത്തിച്ചേരുമോ ഇല്ലയോ, എത്തിയാൽ തന്നെ അവർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? തമിഴകത്ത് ചേരിപ്പോരും രാഷ്ട്രീയപരവും ഒക്കെ പരസ്യമായി പ്രകടിപ്പിച്ച ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അത്തരത്തിൽ ഉള്ള കാഴ്ചകളാകുമോ അതോ ഇതേ പുതിയ മാതൃകയ്ക്ക് തുടക്കമിടുമോ എന്നുള്ളതൊക്കെ തന്നെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. 10 മണിക്കാണ് ഈ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ചെന്നൈ നഗരം ഒന്നാകെ വിജയുടെ സത്യപ്രതിജ്ഞയ്ക്കായി ഒരുങ്ങുകയാണ്. വലിയ സുരക്ഷാ പരിശോധനകൾ, വഴികളെല്ലാം തന്നെ അടച്ചുകൊണ്ടുള്ള പൂർണ്ണമായി എല്ലാ വഴികളും അടച്ച് കനത്ത പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം സ്റ്റേഡിയത്തിലേക്ക് ആളുകളെ കടത്തിവിടുന്നുള്ളൂ. എന്നാണെങ്കിലും ചെന്നൈ തമിഴ്നാട് കാത്തിരിക്കുകയാണ് വിജയ് ദളപതിയിൽ നിന്നും മുതലമേച്ചറാകുന്ന ആ ഒരു നിമിഷത്തിനായി. അനുമോദ്, അതുപോലെ തന്നെ ഇത്രകാലം തമിഴ് ജനതയും നമ്മളൊക്കെയും വിജയെ കണ്ടിരുന്നത് സിനിമയിൽ സൂപ്പർ സ്റ്റാറായി എത്തി ഒരു ജനതയെ മുഴുവൻ രക്ഷിക്കുന്ന ഒരു നായകനായിരുന്നു വിജയുടെ ആക്ഷനുകളും അഭിനയം ഒക്കെ ഉണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ ഇനി മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോഴും അതൊക്കെ തന്നെ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണോ അവിടുത്തെ ജനങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന പ്രതികരണം? തീർച്ചയായും ആളുകളെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളാണ് വിജയുടെ മേലുള്ളത്. കാരണം DMK-ക്കെതിരെ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രചരണം ഉണ്ടായിരുന്നത്. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിൽ അങ്ങനെ മാറ്റം വരുത്തേണ്ടത് താഴത്തുനിന്നാണെന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രചരണം ജനം നെഞ്ചേറ്റിയതിന്റെ ഒരു തെളിവാണ്.
അദ്ദേഹത്തിന് ലഭിച്ച ഈ ഭൂരിപക്ഷം. അപ്പോൾ ഈ സിനിമാ താരം, സൂപ്പർ താരം എന്നതിനപ്പുറം യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയായിരിക്കും വിജയ് നേരിടുക എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം പലപ്പോഴും സിനിമയിലെ തിരക്കഥ പോലെ ആയിരിക്കില്ല രാഷ്ട്രീയത്തിൽ സാഹചര്യങ്ങൾ. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമങ്ങൾ വരെ 4 തവണ ഗവർണർ കണ്ടതുകൊണ്ട് വ്യക്തമായതാണ്. അദ്ദേഹത്തിന്റെ പ്രായോഗിക പരിചയം എത്രമാത്രം പല വിഷയങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരുടെ ഉപദേശങ്ങൾ അദ്ദേഹത്തെ വഴിതെറ്റിക്കുമോ അല്ലെങ്കിൽ അത് അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കുമോ എന്നുള്ളത്, അങ്ങനെ പല ചോദ്യങ്ങളുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഒരു സിനിമയിലെ സൂപ്പർ താരത്തിന് യഥാർത്ഥ മുഖ്യമന്ത്രിയായി ജീവിക്കേണ്ടി വരുമ്പോൾ അദ്ദേഹം പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. രാഷ്ട്രീയമായിട്ട് പക്വതയോടെ, സംയമനത്തോടെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകും. അതൊക്കെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനാകുമോ? മാത്രമല്ല രാഷ്ട്രീയത്തിൽ, തമിഴ് രാഷ്ട്രീയത്തിൽ ചാലുവാരനും കുതികാൽവത്തിലും ഒക്കെ വലിയ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ശൈലികളാണ്. അതൊക്കെ വിജയ്ക്കെതിരെയും ഒരുപക്ഷെ ഇപ്പോഴുള്ള അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുമോ? അങ്ങനെയുള്ള പല ചോദ്യങ്ങളൊക്കെ ഉയരുന്നില്ല. നമുക്ക് പ്രായോഗിക രാഷ്ട്രീയത്തിൽ വിജയ് എങ്ങനെ സ്വയം അടയാളപ്പെടുത്തുമെന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ശരി, CV അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 10 മണിയോടുകൂടി വിജയുടെ സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് പുറത്തുവരുന്നത്. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാകുന്നതിൽ സന്തോഷമെന്ന് പിതാവ് SA ചന്ദ്രശേഖർ. തമിഴ്നാടിന് വേണ്ടിയുള്ള ആത്മാർത്ഥ പ്രവർത്തനം വിജയ് നടത്തുമെന്നും ചന്ദ്രശേഖർ പറഞ്ഞു. I'm so happy. Sir, it's a long time wish for you. It's a dream for you to become. Seeing him as a leader. Actually, even you have wanted to become like a leader. No. I never. Whatever I am doing, only for my son. So what would be the moment, sir? How happy is the tomorrow? I'm happy. So some say that it's the people's pressure that left to this moment where everybody had to support Vijay. And what do you have to say to the people who supported Vijay and hoped that he would become the CM? Finally, Tamil people have succeeded. And how do you expect? Through Vijay. So what's your advice and to CM Vijay? I will do everything for the Tamilians.